സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന നമ്മുടെ കെമിസ്ട്രിയുടെ അവസാന ചാപ്റ്റർ നമ്മൾ വളരെ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞു. അടുത്ത ജോലി എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ലെറ്റ്സ് അസസ് ഭാഗത്തെ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തു നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളടുത്ത് ഞാനൊരു കാര്യം എപ്പോഴും പറയാറുണ്ട്. ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകണം. എന്നിട്ട് മാത്രമേ ചോദ്യങ്ങൾ ചെയ്യാൻ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആകെ നമ്മളങ്ങനെ നെഗറ്റീവ് അടിക്കും അല്ലേ, ബുദ്ധിമുട്ടാവുമ്പോഴത്തേക്കും. അപ്പോൾ ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ദ കെമിക്കൽ ഫോർമുല ഓഫ് സർട്ടൻ സോൾട്ട് ആർ ഗിവൺ ബിലോ. കുറച്ച് സോൾട്ടുകളുടെ കെമിക്കൽ ഫോർമുല വന്നിട്ടുണ്ട്. KCl, NH4 AlCl3 CH3COO. ഇനി ചൂസ് ദ കറക്റ്റ് വൺസ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദം ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഇതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. KCl ഡസ് നോട്ട് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. KCl ഡസ് നോട്ട് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. നമുക്കിതെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ നമ്മൾ സോൾട്ടുകളെ പറ്റി ചിന്തിക്കണം. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? ആസിഡും ബേസും കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് സോൾട്ട്. സ്ട്രോങ് ആയ ആസിഡും സ്ട്രോങ് ആയ ബേസുമാണ് കൂടി ചേരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ന്യൂട്രലായ സോൾട്ട് ആണെന്നും, ഇനി ആസിഡോ ബേസോ അതിൽ ഒരാൾ സ്ട്രോങ്ങും മറ്റൊരാൾ വീക്കും ആണെങ്കിൽ ആ സ്ട്രോങ് ആയ ആളുടെ പ്രോപ്പർട്ടി ആസിഡിൽ അല്ലെങ്കിൽ സോൾട്ട് കാണിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. KCl ഹൈഡ്രോളിസിസ് നടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം KCl ഒരു ന്യൂട്രൽ സോൾട്ട് ആണെന്നാണ്. KCl ഒരു ന്യൂട്രൽ സോൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം KCl ഫോം ചെയ്തിട്ടുണ്ടാകൂ. അപ്പോൾ Cl എന്ന് പറഞ്ഞൊരു സോൾട്ടിൽ കണ്ടാൽ അത് മിക്കവാറും HCl നിന്ന് കിട്ടിയ Cl ആയിരിക്കും. അപ്പോൾ K എന്ന് പറയുന്ന പൊട്ടാസ്യത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും KOH. അപ്പോൾ KOH എന്ന ബേസും HCl എന്ന സോൾട്ടും ചേർന്നാണ് KCl ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത് ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ അത് ഹൈഡ്രോളിസിസ് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി. അടുത്ത NH4 ഈസ് എ അസിഡിക് സോൾട്ട്. അപ്പോൾ നമുക്ക് മറ്റൊന്നും അറിയില്ലെങ്കിലും ജസ്റ്റ് SO4 എന്ന് പറയുന്നത് H2SO4 നിന്ന് കിട്ടിയതാണെന്ന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ NH4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന NH4OH നിന്ന് കിട്ടിയതായിരിക്കും ഇവിടുത്തെ ബേസ്. അതൊരു വീക്ക് ബേസ് ആണ്, ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ഇത് അസിഡിക് ആയിരിക്കും. ശരി. AlCl3 ഈസ് എ ബേസിക് സോൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു Cl കണ്ടാൽ അത് മിക്കവാറും കിട്ടുന്ന HCl എന്നായിരിക്കും. HCl എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ഈ കാണുന്ന സോൾട്ട് ഒന്നുകിൽ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു അസിഡിക് സോൾട്ട് ആകും, അല്ലെങ്കിൽ ന്യൂട്രലേ ആകും. ഇവിടെ ബേസിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റ്. ഇപ്പോൾ ബേസ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എഴുതാൻ പറ്റും ഇത് തെറ്റ്. കാരണം Cl കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് HCl എന്നായിരിക്കും. ആ HCl സ്ട്രോങ് ആണ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ബേസ് എന്ന് പറയുന്നത് AlOH ട്രൈസ് ആണ്. അതൊരു വീക്ക് ബേസ് ആണ്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതില്ലാതെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. 4 CH3COONA ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ബേസിസിറ്റി ഓഫ് ദ അക്വ സൊല്യൂഷൻ. ശരിയാണോ? അപ്പോൾ ഒരു അക്വ സൊല്യൂഷന് ബേസിസിറ്റി കൂടുന്നത് എപ്പോഴാണ്? അവിടെ ഈ പറയുന്ന OH- അയോണുകൾ വരുമ്പോഴാണ്. അപ്പോൾ CH3COONA OH- അയോണുകൾ ഉൽപ്പാദിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഉൽപ്പാദിപ്പിക്കും എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ Na വന്നിട്ടുണ്ടെങ്കിൽ ഈ CH3COO എന്ന് പറയുന്നതാണല്ലോ ആസിഡിൽ നിന്ന് കിട്ടിയത്. Na എന്തായാലും ആസിഡിൽ നിന്ന് വരില്ലല്ലോ, അത് ബേസിൽ നിന്ന് വന്നതല്ലേ. അത് ഏതായിരിക്കും? NaOH എന്ന ബേസ് ആയിരിക്കും. അപ്പോൾ അതൊരു സ്ട്രോങ് ബേസാണ്. അപ്പോൾ സ്ട്രോങ് ബേസ് ആകുമ്പോൾ സോൾട്ടും എന്തായിരിക്കും? ബേസിക് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ അവൻ ബേസിക് ആവണമെങ്കിൽ അവൻ OH- റിലീസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നത്. കണ്ടോ, കോൺസെപ്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, എ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഗിവൺ ബിലോ. H2 + Cl2 ഗീവ്സ് ഡാഷ്. എന്ത് കിട്ടും? ഹൈഡ്രോജൻ ക്ലോറൈഡ് കിട്ടും. ഈ ഹൈഡ്രോജൻ ക്ലോറൈഡിലേക്ക് നമ്മൾ ഡീഅയനൈസ്ഡ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുന്നത്. മെത്തേഡ് പഠിച്ചൊരാൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, എ വേർഡ് വെബ് ഇൻഡിക്കേറ്റിംഗ് ദ യൂസ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ഇറ്റ് ബൈ ആഡിങ് A, B, C ആൻഡ് D. അപ്പോൾ പ്രിപ്പയർ മെഡിസിൻസ് ലൈക്ക് ആസ്പിരിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആരാണ്? അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH ആണ്. അപ്പോൾ എയിൽ പറഞ്ഞേക്കുന്ന NaOH ആണ്. അപ്പോൾ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോപ്പ് ഡിറ്റർജൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പേപ്പർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, റയോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ വിത്ത് കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചേംബർ ഓഫ് ദ മെംബ്രെയിൻ സെൽ ഡ്യൂറിങ് ദ ക്ലോറോ ആൽക്കലി പ്രോസസ്. വളരെ സിമ്പിൾ. ക്ലോറോ ആൽക്കലി പ്രോസസ് ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് അരച്ച് കലക്കി പഠിച്ചവരാണ് അല്ലേ. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് അല്ലേ. ഈ പറയുന്ന ക്ലോറിൻ എന്ത് ചെയ്യുന്നു? അവിടെ ഓക്സിഡൈസ് ആയിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട്
മാറുന്നു. അതല്ലേ ആ പറയുന്ന ചേംബറിൻ്റെ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്ന ക്ലോറിൻ ഗ്യാസ്, ആ ക്ലോറിൻ ഉള്ളത് കൊണ്ടല്ലേ ഇത് ക്ലോർ, അതുപോലെ ആൽക്കലി NaOH ഉണ്ടാകുന്നതുകൊണ്ടല്ലേ റൈറ്റ് ഹാൻഡ് സൈഡായ കാഥോഡ് എന്ത് സംഭവിക്കും, വാട്ടർ റെഡ്യൂസ് ചെയ്യും അല്ലേ. വാട്ടർ റെഡ്യൂസ് ചെയ്ത് H2ഉം 2OH- ആവും. ഈ OH- Na+ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തല്ലേ ചേംബറിൻ്റെ ഇവിടെ നിന്ന് NaCl നിന്ന് ഈ പറഞ്ഞ എസ്കേപ്പ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന Na+, അവിടെയുള്ള OH ചേർത്തിട്ട് NaOH അഥവാ കാസ്റ്റിക് സോഡയായിട്ട് മാറുമെന്ന് നമ്മൾ പഠിച്ചു. സിമ്പിൾ ടൈപ്പ് അല്ലേ. അടുത്ത the basicity of phosphoric acid is 3. Write the ionization equation of the phosphoric acid. അപ്പോൾ H3PO4 ആണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിറ്റി 3 ആണ് എന്ന് വെച്ചാൽ അവൻ 3 H+ അയോൺസുകൾ റിലീസ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സ് ഒന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം H3PO4 ഡിസോസിയേറ്റ് ചെയ്ത് ഒരു H+ഉം പിന്നെ അപ്പോൾ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, അപ്പോൾ H2PO4- ആയിട്ട് മാറും. ആ H2PO4- നിന്ന് വീണ്ടും ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെടുന്നു, H3PO4 2- ആയിട്ട് മാറും. അടുത്ത് H3PO4 നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ H3 അല്ല HPO4 2- നിന്നും ഇത് ഈ പറയുന്ന പവറായിട്ട് വരുന്നതാണ്, കൂട്ടി വായിക്കുമ്പോൾ തെറ്റിപ്പോകല്ലേ. അവിടെ നിന്ന് എന്ത് പറ്റും, ഈ ഒരു H കൂടി നഷ്ടപ്പെട്ട് PO4 3- ആയിട്ട് മാറും. അതായത് നമ്മളിങ്ങനെ എഴുതുന്നത് PO4 3- നമുക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ 1 2 3 ഹൈഡ്രജൻ കിട്ടി, നമുക്കതുകൊണ്ട് ട്രൈ ബേസിക് എന്ന് പറയാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ പോസിബിൾ സോൾട്ട് ദാറ്റ് ഈസ് ഫോംഡ് വെൻ ഫോസ്ഫോറിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്? ഫോസ്ഫോറിക് ആസിഡ് അഥവാ H3PO4 സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് Na3PO4 എന്ന സോഡിയം ഫോസ്ഫേറ്റ് ആണ് കിട്ടുന്നത്. സോഡിയം ഫോസ്ഫേറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് പ്രഷർ ഓൺ ദ ഫോളോയിങ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ പ്രഷറിൻ്റെ കേസ് പഠിച്ചപ്പോൾ നമ്മളൊരു എക്സെപ്ഷൻ പോലെ പഠിച്ചൊരു കാര്യമാണിത് അല്ലേ. H2 + I2 gives 2H. ഇവിടെ ഇടത്തും വലത്തുമുള്ള മോളുകളുടെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എണ്ണം സെയിം ആണ്. ഇവിടെ 1 + 1 2, ഇവിടെയും 2. അപ്പോൾ രണ്ട് വശത്തും ഇക്വേഷൻ്റെ വലത്തും ഇടത്തുമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് തുല്യമാണെങ്കിൽ അവിടെ പ്രഷറിന് എഫക്റ്റ് ഒന്നും ഇല്ല. സോ പ്രഷറിന് ഇവിടെ ഒരു എഫക്റ്റും ഇല്ല ഈ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ നോക്കിയാൽ ഇവിടെ 1ഉം ഇവിടെ 3ഉം, അപ്പം 4. അപ്പുറത്താണെങ്കിൽ എത്ര, 2. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാനായിട്ട് എന്ത് പറ്റും, ഫോർവേഡ് റിയാക്ഷനെ പ്രിഫർ ചെയ്യും. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് കൂടും, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേഡ് കുറയും. കാരണം എണ്ണം കൂടുമ്പോഴാണ് പ്രഷർ കൂടുന്നത് അല്ലേ. അപ്പോൾ പ്രഷർ കൂടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, പ്രഷർ കുറയ്ക്കാൻ നോക്കും. അപ്പോൾ 4 നിന്ന് 2 ആകുമ്പോഴല്ലേ പ്രഷർ കുറയുന്നത്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, 2NO2 + O2 gives 2NO2 + ഹീറ്റ്. അപ്പോൾ റിയാക്ഷൻ എന്താണ്, 2 NO റിയാക്ട് ചെയ്യുന്നു ഒരു O2-വുമായിട്ട്. റിവേഴ്സിബിൾ ആണ്, അതിൻ്റെ ആരോ മാർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് 2 NO2 കിട്ടും, കൂട്ടത്തിൽ എന്തും കൂടെ കിട്ടും, ഹീറ്റും കൂടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളവർ ഉണ്ടാകുന്ന മാറ്റം റിയാക്ഷൻ എങ്ങനെ മാറ്റുമെന്നാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ ഇൻഡിക്കേറ്റിംഗ് ദ പോസിബിൾ മെഷേഴ്സ് ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് NO2. ടെമ്പറേച്ചർ, പ്രഷർ, എമൗണ്ട് ഓഫ് ഓക്സിജൻ, എമൗണ്ട് ഓഫ് നൈട്രോജൻ ചേഞ്ച് ചെയ്ത് നമുക്ക് NO2-ൻ്റെ ഉൽപ്പാദനം കൂട്ടണം. അപ്പോൾ NO2 വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ ഡിക്രീസ് ചെയ്യുമ്പോഴാണോ ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നത്? അപ്പോൾ നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാകുന്നത് ഹീറ്റാണ്, അപ്പോൾ അത് എക്സോതെർമിക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ടെമ്പറേച്ചർ കുറയ്ക്കാനേ നോക്കുള്ളൂ. കാരണം ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ പറയുന്ന റിയാക്ഷൻ കുറയ്ക്കാനായിട്ട് നോക്കും. അല്ലെ ഇവിടെ ഹീറ്റ് ഓൾറെഡി ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട്, സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറും കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ടെമ്പറേച്ചർ കുറയുന്ന തിരിച്ച ബാക്ക്വേർഡാണ് വരുന്നത്. അത് മനസ്സിലായ കാര്യം. അതായത് നമ്മളിവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് ചെയ്തതെങ്കിൽ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നടക്കുന്നത്, ബാക്ക്വേർഡ് ആയിരിക്കും നടക്കുന്നത്. കാരണം എന്താ, ഫോർവേഡ് റിയാക്ഷനും ടെമ്പറേച്ചർ കൂട്ടുന്ന റിയാക്ഷനാണ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ പുറത്തുനിന്നും കൂടെ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, ബാലൻസ് കിട്ടാൻ വേണ്ടി ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. എങ്ങനെ കുറയ്ക്കും, എക്സോതെർമിക് റിയാക്ഷൻ നടക്കാതിരുന്നാൽ പോലെ ചൂട് കുറയത്തില്ലേ, അപ്പോൾ ബാക്ക്വേർഡിനെ പ്രിഫർ ചെയ്യും. സോ ടെമ്പറേച്ചർ നമ്മൾ ഡിക്രീസ് ചെയ്യണം. പ്രഷറിൻ്റെ കയ്യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 1 3, ഇവിടെയാണെങ്കിൽ 2. അപ്പോൾ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മതി. പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫോർവേഡ് കൂട്ടും. അപ്പോൾ പ്രഷർ നമ്മൾ കൂട്ടണം. എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും, ഇൻക്രീസ് ചെയ്താൽ മതി. എമൗണ്ട് ഓഫ് നൈട്രോജൻ എന്ന് പറയുന്നതും ഇവിടുത്തെ റിയാക്റ്റൻ്റാണ്, റിയാക്റ്റൻ്റ് അളവ് കൂടിയാലും ഫോർവേഡ് കൂടും. സോ ടെമ്പറേച്ചർ കുറയ്ക്കുക, ബാക്കി 3 കൂട്ടുക, ടെമ്പറേച്ചർ കുറയ്ക്കുക, ബാക്കി 3 കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഇതറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് പോയി കണ്ടിട്ട് വരണം. ഞാൻ വീണ്ടും ഇത് നേന്ന് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയക്കുറവുണ്ട്. അടുത്ത ചോദ്യം, ഹേബർ പ്രോസസ് ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഡൺ ഇൻ ദ സിസ്റ്റം ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്? മുകളിൽ ചോദിച്ചാൽ അതേപോലെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം,
നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കണം. നമ്മൾ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നമുക്കറിയാം ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? N2 + 3H2 ഗീവ്സ് 2NH3 + ഹീറ്റ് അല്ലേ? അപ്പോൾ ഇനി വേറെ എന്തൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും? ഇവിടെ നമുക്ക് 3 1 4, ഇവിടെ ആണെങ്കിൽ 2. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ പ്രഷർ കൂട്ടിയാൽ മതി. അപ്പോൾ പ്രഷർ നമുക്ക് കൂട്ടാൻ പറ്റും. റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്താലും നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഡൺ ഇൻ ദ സിസ്റ്റം ടു ഇൻക്രീസ് ദ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ, ഒന്ന് ടെമ്പറേച്ചർ നമ്മൾ ഡിക്രീസ് ചെയ്യുക, പ്രഷർ, റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക, പ്രോഡക്റ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട് പ്രസൻറ്റ് ഇൻ ദ ഫെർട്ടിലൈസർ. കാൽഷ്യം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്. പ്രൈമറി ന്യൂട്രിയൻ്റ് ഇൻ ഈച്ച് ഫെർട്ടിലൈസർ. അപ്പോൾ കാൽഷ്യം നൈട്രേറ്റിൽ പ്രൈമറി ന്യൂട്രിയൻ്റ് നൈട്രോജൻ ആണ്, സെക്കൻഡറി കാൽഷ്യം ആണ്. അമോണിയം ഫോസ്ഫേറ്റിലാണെങ്കിലും നൈട്രോജൻ ആണ്, സെക്കൻഡറി സൾഫർ ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റിൽ ഫോസ്ഫറും കാൽഷ്യം ആണ്. പൊട്ടാസ്യം സൾഫേറ്റിൽ പൊട്ടാസ്യവും സൾഫറും ആണ് വരുന്നത്. ജസ്റ്റ് അത് നമ്മളെ ഒരു സിമ്പിൾ ചോദ്യമാണ്, നോക്കി വെച്ചാൽ മതി. അടുത്ത്, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു കോൺടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. റൈറ്റ് വിച്ച് among the A, B, C, D ഈസ് കറക്റ്റ്. അതായത് ഇവിടെ 7 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 7 സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ ശരിയാണ്, കുറേ തെറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ തെറ്റും ശരിയും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കുക, എന്നിട്ട് ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കോൺടാക്ട് പ്രോസസ് ഈസ് ദ പ്രോസസ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ കോൺടാക്ട് പ്രോസസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ SO2 ആൻഡ് O2 ഈസ് എൻഡോതെർമിക് അല്ല, എക്സോതെർമിക് ആണ്. കാരണം ഇവിടെ എക്സോതെർമിക് ആണ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എന്താണ് റിയാക്ഷൻ? എക്സോതെർമിക് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന ഒലിയമാക്കിയൊക്കെ മാറ്റുന്നതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇൻക്രീസിങ് ദ പ്രഷർ വിൽ പ്രൊഡ്യൂസസ് മോർ SO3. അതായത് ഈ പറയുന്ന പ്രഷർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ SO3 ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ SO3 ഉണ്ടാകുന്ന റിയാക്ഷൻ ഏതാണ്? ഇതല്ലേ. ഇവിടെ 2, ഇവിടെ എത്ര? 2 1 3. അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഫോർവേഡ് ചെയ്യും. ശരിയാണ് അല്ലേ? ശരിയാണ്. അടുത്ത് 4, ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ വിൽ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഓക്സിജൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ അളവ് കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം എന്താണ്? റിയാക്റ്റിൻ്റെ കൂടിയാൽ പ്രോഡക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യാൻ. ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ എമൗണ്ട് ഓഫ് SO2 ഡസ് നോട്ട് ചേഞ്ച് ദ എമൗണ്ട് ഓഫ് SO3. SO2വിൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടിയാലും കുറച്ചാലും SO3യുടെ പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, ചെയ്യും. കാരണം ഇത് റിയാക്റ്റൻ്റ് ആണ്. ഇത് കൂട്ടിയാൽ എന്ത് പറ്റും? ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അടുത്ത് 5, V2O2 വെനേഡിയം പെൻറ്റോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. ശരിയാണ്. ഹിയർ ദ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അഫക്ട് ദ കെമിക്കൽ ഇക്വിലിബ്രിയം. അല്ലല്ല, കാറ്റലിസ്റ്റ് അഫക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 3 6 1 3 6 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം തെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് പറഞ്ഞേക്കുന്ന ഡിയിലാണ്. 1 3 6 പറഞ്ഞേക്കുന്ന ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. സമയം എന്തുമാത്രം കളയുന്നൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇമാതിരി ചോദ്യമൊക്കെ പരീക്ഷയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരെ കിളി പറക്കുമെന്ന് പറഞ്ഞാൽ പറക്കും. ഓക്കെ, നമ്മൾ റിയാക്ഷനൊക്കെ പഠിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ? ആലോചിച്ച് നോക്കി, നമ്മൾ കോൺടാക്ട് പ്രോസസ്സ് ഫുൾ എഴുതി പഠിച്ചു, പക്ഷേ ഇതിങ്ങനൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം കിട്ടിയെങ്കിൽ നമ്മൾ ചുമ്മാ അത് ചെയ്യും. കാരണം ഇത് എഴുതി റിയാക്ഷൻ എഴുതി ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഇപ്പോൾ പറ്റും. പക്ഷേ സമയമാണ് നമ്മുടെ കളയുന്നത്. ഇമാതിരി ചോദ്യങ്ങളാണ്. ചോദ്യമൊക്കെ ഉണ്ടാക്കുന്നവന്മാർ സമ്മതിക്കണം. അടുത്ത്, വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ ലബോറട്ടറി ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഏതാണ്? ക്യുക്ക് ലൈമാണ് യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. പറ്റത്തില്ല. കാരണം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ അത് ഈ പറഞ്ഞ അമോണിയായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ റിയാക്ട് ചെയ്തുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദേ കിടക്കുന്നു കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചോദ്യമാണെന്ന് തോന്നുന്നു. അല്ല, ലാസ്റ്റ് ചോദ്യമാണ്. ഫെർട്ടിലൈസറും അതിൻ്റെ എന്താണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പ്ലാന്റ് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? അത് യൂറിയയും സോഡിയം നൈട്രേറ്റും ഉണ്ട്. അത് കിടക്കുന്നു. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ആരാണ്? അത് അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡുമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിൾ പഠിച്ചു വെച്ചാൽ ഇത് കിട്ടും. ഇപ്പോൾ കെമിസ്ട്രി ആണ്, നമുക്കറിയാമല്ലോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്ററും അതിൻ്റെ ലേറ്റസ്റ്റ് സക്സസ്സും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനി നമുക്ക് റിവിഷനും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി വരുന്ന ക്ലാസ്സുകൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ജോയിൻ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് എല്ലാവരും സെറ്റായിട്ടിരിക്കുക. നമ്മളത് ജനുവരി പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഫുൾ ടോപ്പിക്കുകളും കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും തീർത്തു. സോഷ്യൽ സയൻസ് സെക്കൻഡിലും തീർത്തു. ഇനി സോഷ്യൽ സയൻസ് ഫസ്റ്റും കൂടി ഈ വീക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതോടെ ഈ പറയുന്ന ആഴ്ച തീരുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ടോപ്പിക് SSLC ഫുൾ ടോപ്പിക്ക് നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇഷ്ടം ഉള്ള സമയത്ത് നിങ്ങൾക്ക് എടുത്ത് കാണാം. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.